ജാതിമതങ്ങൾക്കേകം നാഗം തീർത്തൊരു കേരളമേ, തമ്മിൽ തീണ്ടാതവയെ പല പല താവളമേകിരുത്തി നീ നെല്ലും മോരും കല്ലും കൊണ്ടേ നെയ്തു നീ പൊതു സംസ്കാരം. വൈവിധ്യമാർന്ന കേരള സംസ്കാരത്തെക്കുറിച്ച് മഹാകവി വൈലോപ്പിള്ളി ഇങ്ങനെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. നാനാജാതി മതസ്ഥരുടെ ആരാധനയും ആചാരങ്ങളും ഇണചേർന്ന നല്ലൊരു സംസ്കാരമാണ് നമുക്കുള്ളത്. ഇതിൻ്റെ ഭാഗമായി ധാരാളം അനുഷ്ഠാനങ്ങളും കലാരൂപങ്ങളും ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട്. കേരളീയ കലകളെ അവതരണ കലയെന്നും ലളിതകലയെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അവതരണ കലകളിൽപ്പെട്ട ഒന്നാണ് അനുഷ്ഠാന കലകൾ. മതപരമോ സാമൂഹ്യപരമോ ആയ വിശ്വാസങ്ങളെ ആധാരമാക്കി ദേവതാ പ്രീണനം, സമ്പൽ സമൃദ്ധി, സന്താന ലാഭം, രോഗശാന്തി മുതലായ ആവശ്യങ്ങൾക്കായി അവതരിപ്പിക്കുന്നവയാണ് അനുഷ്ഠാന കലാരൂപങ്ങൾ. അനുഷ്ഠാന കലാരൂപങ്ങളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: മതപരം, അർത്ഥമതപരം. കേരളത്തിൽ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായി ധാരാളം അനുഷ്ഠാന കലാരൂപങ്ങളുണ്ട്. അത്തരത്തിൽ മധ്യ തിരുവിതാംകൂറിലെ എറണാകുളം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ ചില ഭദ്രകാളി ക്ഷേത്രങ്ങളിലും അപൂർവമായി മറ്റു ചില ക്ഷേത്രങ്ങളിലും മകരം, കുംഭം, മീനം, മേടം എന്നീ മാസങ്ങളിൽ നടത്തിവരുന്ന ഒരു ആചാര അനുഷ്ഠാന കലാരൂപമാണ് ഗരുഡൻ പറവ. പ്രാദേശികമായി ഇവയെ ഗരുഡൻ തൂക്കം എന്നും അറിയപ്പെടുന്നു. കോട്ടയം ജില്ലയിലെ നീഴൂർ തുടങ്ങി കീഴൂരാണ് ഗരുഡൻ തൂക്കം അവസാനിക്കുന്നത്. ദാരികവധത്തിനു ശേഷം രക്തദാഹം മാറാതെ കോപാകുലയായി നിന്ന ഭദ്രകാളി ദേവിയുടെ മുന്നിലേക്ക് മഹാവിഷ്ണു ഗരുഡനെ അയക്കുകയുണ്ടായി. ഗരുഡനെ അയച്ചത് ദേവിയുടെ കോപം ശമിക്കുവാൻ വേണ്ടിയായിരുന്നു. ഏതാനും രക്തത്തുള്ളികൾ പാനം ചെയ്തതിനു ശേഷം ദേവിയുടെ കോപം ശമിക്കുകയുണ്ടായി എന്നതാണ് ഐതിഹ്യം. എറണാകുളം ജില്ലയിലെ അരയങ്കാവ് ക്ഷേത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗരുഡൻ തൂക്കം നടക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ്. പണ്ടത്തെ കണക്കനുസരിച്ച് 100-ൽ പരം ഗരുഡൻ തൂക്കം ഇവിടെ നടക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ 80-ൽ പരം ഗരുഡൻ തൂക്കമേ നടക്കാറുള്ളൂ.
ഗരുഡൻ തൂക്കത്തിനെ പറ്റി പറയുമ്പോഴത്തേക്ക് വീട്ടിലെ രാവിലത്തെ അറിയിപ്പ്, ക്ഷേത്രത്തിൽ രാവിലെ അറിയിക്കുമ്പോഴത്തേക്ക് നടയറിയിപ്പെന്ന് പറയും, അതുപോലുള്ളൊരു അറിയിപ്പാണ് രാവിലെ നടത്തുന്നത്. പിന്നെ വൈകുന്നേരം വിളക്ക് വെച്ച് കഴിഞ്ഞ് കേളി കഴിഞ്ഞിട്ട് പിന്നീട് നടത്തുന്ന പരിപാടി വിളക്കോട്ടം എന്ന് പറയും. വിളക്കോട്ടം എന്ന് പറയുന്നത് ഗരുഡൻ തേച്ച് കെട്ടി ഇറങ്ങി വാതിക്കെ വന്ന് വിളക്ക് തൊട്ട് മേളക്കാരെയെല്ലാം വന്നിച്ച് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ പറവേളയാണ് വിളക്കോട്ടം എന്ന് പറയുന്നത്. പിന്നീട് നമ്മളതിന് ശേഷം ചാടയിലോട്ട് കയറിക്കഴിഞ്ഞ് ക്ഷേത്രത്തിൽ ചെന്നതിന് ശേഷം വെളിച്ചട്ടയിൽ കയറി കഴിയുമ്പോൾ അതിനൊരു ചടങ്ങുണ്ട്. അതിന് തിരനോട്ടം എന്ന് പറയും. അതിനൊരു പ്രത്യേക താളവട്ടങ്ങളൊക്കെ ഉണ്ട്. വലിയ ലക്ഷ്മി, ചെറിയ ലക്ഷ്മി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരു താളവട്ടമാണത് കൊട്ടുന്നത്. അതുകൊണ്ട് തട്ടേല ചടങ്ങ് കഴിയും. പിന്നെ അത് കഴിഞ്ഞാൽ ചൂണ്ടവെളുത്താണ്. ചൂണ്ടവെളുത്ത് എന്ന് പറയുമ്പോൾ ദേവിക്ക് ചോര കൊടുക്കുന്ന ഒരു രീതിയാണ് അതിൻ്റെ പറയുന്നത്. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ചടങ്ങ്, ഗരുഡൻ തൂക്കത്തിൻ്റെ ചടങ്ങ് തീർന്നു. തൂക്കത്തിന് താളം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ തുടങ്ങുന്നത് ചെമ്പടയെ കൊട്ടുള്ളൂ. ചെമ്പട കഴിഞ്ഞാൽ പിന്നെ ഏത് താളവട്ടം വേണേലും കൊട്ടാം. അതൊരു നിയമമാണ്, ചെമ്പട കൊട്ടണമെന്ന്. പിന്നെ വൈകുന്നേരം കേളിയാണ്. പിന്നെ അതിനിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ താളവട്ടമൊക്കെ ഇപ്പോൾ ചെമ്പട കഴിഞ്ഞാൽ അടന്ത കൊട്ടാം, അല്ല ചച്ചവടം കൊട്ടാം, ചമ്പ കൊട്ടാം, ഇങ്ങനെ ഏത് വേണേലും കൊട്ടാം. അത് ചെമ്പട അറിയിപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള താളവട്ടങ്ങൾ ഏത് വേണേലും കൊട്ടണതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ സന്ധ്യയ്ക്ക് കേളി അതേ ആകാവൂ. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഏത് താളവട്ടം വേണേലും ഇട്ടുകൊണ്ട് പോകാം. തട്ടേ കയറുമ്പോൾ മാത്രം അതിൻ്റെ നിയമം അനുസരിച്ചുള്ള താളവട്ടങ്ങളെ കൊട്ടാൻ പറ്റുള്ളൂ. തൂക്കത്തിൻ്റെ കൊട്ടിന് ചെണ്ട, വലന്തല, ഏലത്താളം, കൊമ്പ്, ഇത്രയും വാദ്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടയുണ്ടക്കാരനും കൂടി ഉണ്ടെങ്കിൽ ഇത് കൊട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 4 പേര് മിനിമം ഉണ്ടായിരിക്കണം. ഗരുഡൻ തൂക്കം എന്ന അനുഷ്ഠാന കല, ആ കലയെ അതിൻ്റേതായ എല്ലാ പ്രാധാന്യവും ഉൾക്കൊണ്ട് അവതരിപ്പിച്ചു പോരുന്ന നിരവധി കലാകാരന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള ഒരു കലാകാരനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ശ്രീ സുമേഷ് PN. അദ്ദേഹം അരയൻകാവ് സ്വദേശിയാണ്. അദ്ദേഹം ജോലി നോക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഗരുഡൻ തൂക്കവും അഭ്യസിച്ച് അവതരിപ്പിച്ചു പോരുന്നത്. നമസ്കാരം. എന്തുകൊണ്ടാണ് ആ ഗരുഡൻ തൂക്കം പഠിക്കാൻ താല്പര്യം തോന്നിയത്? അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അതായത് പണ്ട് കാലങ്ങളിലുണ്ടായിരുന്ന ഏറ്റവും പ്രശസ്തനായ ഗരുഡൻ തൂക്ക കലാകാരൻ തോട്ര ഭാസ്കരൻ നായർ എന്ന് പറഞ്ഞിരുന്ന ആൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. ആൾ കഥകളിയുടെ ഭയങ്കര നല്ല ഫേമസ് ആയിട്ടുള്ള ആളാണ്. ഒപ്പം തന്നെ തൂക്കം, ഗരുഡൻ തൂക്കം, പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു ആശാനായിരുന്നു. ആ കാലത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. ഞാൻ ഈ കുഞ്ഞിലേ തന്നെ ഗരുഡൻ തൂക്കം കണ്ടാണ് വളർന്നത്. ഒന്നാമത് നമ്മുടെ അരയങ്കാവ് എന്ന് പറയുന്ന അമ്പലം ഗരുഡൻ തൂക്കത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. ഏകദേശം ഒരു 100ഓളം ഗരുഡൻ തൂക്കം ആ കാലങ്ങളിൽ വന്നിരുന്നതാണ്. അപ്പോൾ ഇത് കണ്ട് വളർന്നിരുന്ന ഞങ്ങൾക്ക് അതിനോടൊരു താല്പര്യം തോന്നി. ഞാൻ എൻ്റെ ഒരു 6ാമത്തെ വയസ്സിൽ പഠിക്കാൻ ചേർന്നു. ഒരു 8ാമത്തെ വയസ്സിൽ ഞാൻ അരങ്ങേറുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള താല്പര്യവും അദ്ദേഹം ചെയ്യുന്നത് കണ്ടിട്ടുള്ള താല്പര്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് വന്നത്. ഗരുഡൻ തൂക്കം അഭ്യസിപ്പിക്കുന്നതിനായിട്ട് കേരളത്തിൽ മറ്റ് ആചാര്യന്മാരാരെങ്കിലും ഉണ്ടോ? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അതായത് ഗരുഡൻ തൂക്കം
ഇപ്പോൾ നിലവിലുള്ളത് മധ്യ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എറണാകുളം, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലയുടെ ചില ഭാഗങ്ങൾ. ഇതിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഗരുഡൻ തൂക്കം അഭ്യസിപ്പിച്ചിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പാണാവള്ളി പാച്ചിപിള്ള, തോട്ടറ ഭാസ്കരൻ നായർ, KS പുരം തങ്കപ്പൻ നായർ. ഇതിൽ പാണാവള്ളി പാച്ചിപിള്ളയും തോട്ടറ ഭാസ്കരൻ നായരും ഇന്നില്ല, അവർ മൺമറഞ്ഞു പോയി. ഇതിലിപ്പോൾ KS പുരം തങ്കപ്പൻ നായർ ഇപ്പോഴും ആൾ നിലവിലുണ്ട്. ആൾ കടുത്തുരുത്തിക്കടുത്ത് കീഴൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കേരള ഗരുഡ വിദ്യാലയം എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അവിടെ ഗരുഡൻ തൂക്കം പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ചിട്ടയോടുകൂടി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് പഠന രീതിക്കൊക്കെ പ്രത്യേകത കാണില്ലേ? പഠന രീതി ഇപ്പോൾ എല്ലായിടത്തും മൊത്തം അതായത് 18 താളവട്ടമാണ് ഗരുഡൻ തൂക്കത്തിനുള്ളത്. ചെമ്പട, അടന്ത, പഞ്ചാരി, തച്ചവടം, ചെറിയ ലക്ഷ്മി, വലിയ ലക്ഷ്മി, അങ്ങനെ 18 താളവട്ടമാണ് ഗരുഡൻ തൂക്കത്തിനുള്ളത്. പക്ഷേ എല്ലായിടത്തും ഇപ്പോൾ 18 താളവട്ടം പഠിപ്പിക്കുന്നില്ല. കുറച്ച് താളവട്ടം പഠിപ്പിച്ച് ഏകദേശം 18 താളവട്ടം പഠിപ്പിച്ച് അരങ്ങത്തെത്തണമെന്നുണ്ടെങ്കിൽ ഒരു 5 കൊല്ലം എടുക്കും. ഇപ്പോൾ എല്ലായിടത്തും ഒരു കൊല്ലം കൊണ്ട് തന്നെ അഭ്യസിപ്പിച്ച് പുറത്തു വരുവാണ് ചെയ്യുന്നത്. ഗരുഡൻ തൂക്കം ചെയ്യുന്നതിന് മുമ്പ് ചില ചിട്ടവട്ടങ്ങളും മുന്നൊരുക്കങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ പറ്റുമോ? അതായത് ഗരുഡൻ തൂക്കം എന്ന് പറയുന്നത് ഒരു വഴിപാടായിട്ടാണ് എല്ലായിടത്തും നടത്തപ്പെടുന്നത്. വഴിപാടെന്ന് പറഞ്ഞാൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും വഴിപാട് നടത്തപ്പെടുന്നത്. ഈ വഴിപാട് നടത്തുന്ന വീട്ടുകാർ ഏകദേശം 1 കൊല്ലം മുന്നേ തന്നെ ഇതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കും. അതായത് വഴിപാട് നേർന്നു കഴിഞ്ഞിട്ടുണ്ട് അടുത്ത 1 കൊല്ലത്തേക്ക് ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങണം. വഴിപാട് നടത്തുന്നതിന് ചുരുങ്ങിയത് 1 ആഴ്ച മുമ്പെങ്കിലും വീടും പരിസരവും വൃത്തിയോടുകൂടിയും വീട്ടുകാർ പദശുദ്ധിയോടുകൂടിയും ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ തൂക്കക്കാരനും ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും വ്രതമെടുത്ത് രാവിലെ തൂക്കം നടക്കുന്ന ദിവസം രാവിലെ അമ്പലത്തിൽ വന്ന് കാപ്പ് കെട്ടി തൂക്കത്തിന് ഒരുങ്ങേണ്ടതാണ്. അതിനുശേഷം രാവിലെ ചില സ്ഥലങ്ങളിൽ രാവിലെ മേളം അറിയിപ്പുണ്ടാകും. അതിനുശേഷം വൈകുന്നേരം കേളി, രാത്രി വിളക്കുവട്ടം. അപ്പോഴത്തേക്കും തൂക്കക്കാരൻ ഏകദേശം ഒരുങ്ങിയിരിക്കും. 9 മണിയോടുകൂടി വീട്ടിൽ വിളക്കുവട്ടത്തോടു കൂടിയാണ് നമ്മൾ തൂക്കം ആരംഭിക്കുന്നത്. ഇതാണ് ഇതിനുള്ള ഒരുക്കങ്ങൾ. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് മാലനോട്ടം എന്നുള്ളൊരു ചടങ്ങ് ഗരുഡൻ തൂക്കത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ആ ചടങ്ങ്, മാലനോട്ടം എന്ന് പറഞ്ഞ ചടങ്ങ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മാലനോട്ടം എന്നുള്ള ചടങ്ങ് അതായത് ഗരുഡൻ വീട്ടിൽ താളവട്ടം പയറ്റി 1 2 താളവട്ടം പയറ്റിയതിന് ശേഷം അമ്പലത്തിലേക്ക് ചാടിലാണ് വരുന്നത്. തൂക്കച്ചാടിൽ വന്ന് അമ്പലത്തിൻ്റെ കളിത്തട്ടിലെത്തിയതിന് ശേഷം അവിടെ വെച്ചാണ് ഈ മാലനോട്ടം എന്ന് പറയുന്ന ചടങ്ങ് എടുക്കുന്നത്. മാലനോട്ടം എന്ന് പറയുന്ന ചടങ്ങ് ചെത്തിപ്പൂ മാല പട്ടിൽ പൊതിഞ്ഞ് നമ്മൾ കളിത്തട്ടിൽ വെച്ചിട്ടാണ് നോക്കുന്നത്. ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗരുഡൻ മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ്. അതിൻ്റേതായ കുറച്ച് അഹങ്കാരമുള്ളൊരു മനുഷ്യനാണ് ഗരുഡൻ. അപ്പോൾ ഗരുഡൻ്റെ പ്രധാനപ്പെട്ട ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാഗങ്ങളാണ്. അപ്പോൾ ഗരുഡന് എല്ലാ ദിവസവും നാഗങ്ങളെ ഭക്ഷിക്കാനായിട്ട് വേണം. അപ്പോൾ ഒരു നാഗങ്ങളുടെ ഒരു ഗ്രാമത്തിൽ ഗരുഡൻ പരക്കെ അക്രമമാണ്. അതായത് നാഗങ്ങളെ തിരഞ്ഞെടുത്ത് പിടിച്ച് കൊണ്ടുപോയി തിന്നുക എന്നുള്ളതാണ് ഗരുഡൻ്റെ. ഒരു മലയുടെ മുകളിൽ വെച്ച് പോയി തിന്നുക എന്നുള്ളത്. അപ്പോൾ ഗ്രാമത്തിലെ നാഗങ്ങളും ഗരുഡൻ തമ്മിൽ ഒരു സന്ധിയിലെത്തിയതാണ്. അതായത് ഓരോ ദിവസവും ഓരോ നാഗം വെച്ച് മലയുടെ മുകളിൽ വന്ന് കിടക്കും, പട്ടിൽ പൊതിഞ്ഞ് കിടക്കാം എന്നുള്ളതൊരു ധാരണയാണ്. അതുപ്രകാരം ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ, ജീമൂതവാഹനൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ ഈ നാഗങ്ങളുടെ ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്നൊരു കരച്ചിൽ കേൾക്കുവാണ്. അപ്പോൾ ആ കരച്ചിൽ കേൾക്കുന്നത് ഒരു നാഗകുമാരൻ, അതായത് ചെറിയൊരു കുമാരൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. അപ്പോൾ അന്നത്തെ ഗരുഡൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ നാഗകുമാരനാണ്. അപ്പോൾ ഈ കരച്ചിൽ കേട്ടുകൊണ്ട് ഈ ബ്രാഹ്മണകുമാരൻ വീട്ടിലേക്ക് കയറി ചെന്ന് അപ്പോൾ ഇവർ ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ എന്താണ് ഇതിന് കാരണമെന്ന് പറയുമ്പോൾ ഗരുഡൻ ഇങ്ങനെ ഇന്നത്തെ ദിവസം എൻ്റെ മകനാണ് ഭക്ഷണമാകാൻ വിധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ആൾ പറയുവാണ്. അപ്പോൾ ഈ ഒരു സങ്കടം കേൾക്കുമ്പോൾ ഗരുഡന് പുറമേ ഒരു ശാപമുണ്ട്. ബ്രാഹ്മണനെ തൊടാൻ പാടില്ല എന്നൊരു ശാപമുണ്ട്. ബ്രാഹ്മണനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുണ്ട് പൊള്ളും ഗരുഡൻ്റെ. അപ്പോൾ ഇത് കേട്ടിട്ട് ഈ ബ്രാഹ്മണൻ കുമാരൻ പറഞ്ഞു, എന്നാൽ ഇന്ന് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് ഈ മലയുടെ മുകളിൽ പോയി പട്ടിൽ പൊതിഞ്ഞ് കിടക്കുവാണ്. ഈ ഗരുഡൻ പതിവ് പോലെ തന്നെ വന്ന് ഭക്ഷണം എടുക്കാനായിട്ട് ആദ്യം വന്ന് കൊത്തുന്നു, എടുക്കാൻ പറ്റുന്നില്ല, ചുണ്ട് പൊള്ളുന്നു. അപ്പോഴൊന്നും ഗരുഡൻ ഇത് അറിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കൊത്തി നോക്കുന്നു, വീണ്ടും ചുണ്ട് പൊള്ളുന്നു, എടുക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ
ഈ പട്ട് തുറന്ന് നോക്കുമ്പോൾ ഇതിലൊരു ബ്രാഹ്മണ കുമാരനാണ് കിടക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കുമ്പോൾ ഗരുഡൻ ക്ഷമ പറഞ്ഞ് അദ്ദേഹത്തെ കൊത്തിയെടുത്ത് താഴത്തേക്ക് പോകുന്നതാണ് ഈ മാലവത്തിൻ്റെ അത് ആഘോഷപൂർവ്വമാണ്. അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞിട്ട് എടുത്ത് താഴത്തേക്ക് പോകുന്നതാണ്, അദ്ദേഹത്തെ തോളിക്കേറ്റ് താഴത്തേക്ക് പോകുന്നതാണ് മാലനോട്ടം എന്നുള്ളതിൻ്റെ ചടങ്ങ്. ഗരുഡൻ തൂക്കത്തിലേക്കുള്ള പുതിയ തലമുറയുടെ കടന്നുവരവിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഗരുഡൻ തൂക്കത്തിലേക്ക് ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട്, പക്ഷേ പലരും ഇതിൻ്റെ ചിട്ടവട്ടങ്ങൾ അറിയാതെയാണ് കടന്നു വരുന്നത്. ചിട്ടവട്ടങ്ങൾ അറിയാതെ കടന്നു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തൊക്കെ ചെയ്യണം. ഇപ്പോൾ നേരത്തെ ഉള്ള ചോദ്യം, മാലനോട്ടം എന്താണ് മാലനോട്ടം എന്ന് കാര്യമായ ഗ്രാഹ്യമില്ലാത്തവർ വരുന്നുണ്ട്. കളിത്തട്ടിൽ വന്ന് മാല കൊത്തി പോകുന്നു, അത്രയേ ഉള്ളൂ. ഒരു ചടങ്ങെന്നുള്ള രീതിക്ക് മാത്രം നേരുന്നത്. ഒരുപാട് കുട്ടികൾ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്, പക്ഷേ പലർക്കും ഇതിലറിയില്ല. പലരും പറഞ്ഞു കൊടുക്കുന്നു, കുറേ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് അതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. ഇപ്പോൾ പഴയ ആശാന്മാർ, അതായത് ഇപ്പോൾ എൻ്റെ ആശാൻ, അതിപ്പോൾ ഈ കെ എസ് പുരം തങ്കപ്പൻ നായർ, ഇങ്ങനെയുള്ള പഴയ ആളുകൾ ഇതിൻ്റെ കഥയടക്കം പറഞ്ഞു കൊടുത്തിട്ടാണ്, ചൊല്ലിയാട്ടത്തിന് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് ആ കഥയോടുകൂടിയാണ് ചെയ്യുന്നത്. കഥ അരങ്ങത്ത് ആടുവാണ്. അന്നത്തെ ആളുകൾ അത് ശരിക്കും മുഖത്ത് ഈ ചുണ്ട് വച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് എൻ്റെയൊക്കെ ആശാൻ അത് ചെയ്യുമ്പോൾ എനിക്ക് കാണാമായിരുന്നു, ഈ മാല നോക്കുന്ന സമയത്ത് കണ്ണിൽ വരുന്ന ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ആയിരുന്നു. അതായത് ഗരുഡൻ കൊത്തിയെടുക്കാൻ വരുന്നതിൻ്റെയൊക്കെ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അത് കണ്ണിൽ നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ അതൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല. മാത്രം വരുന്നില്ല. പണ്ട് കാലത്തെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഒരു അവർക്ക് അതിൻ്റെ ആ അർത്ഥം ഗ്രഹിച്ചുകൊണ്ടാണ് അവരത് ചെയ്തിരുന്നത്. അതായത് ജീമൂതവാഹനെ ചെന്ന് കൊത്തുന്നു, ചുണ്ട് പൊള്ളുന്നു, പുറകോട്ട് പോരുന്നു, വീണ്ടും ചെന്ന് കൊത്തുന്നു. ഇപ്പോൾ ഉണ്ടാകുന്ന അതായത് ഇതെന്താണെന്നുള്ളൊരു ജിജ്ഞാസയൊക്കെ അവരുടെ മുഖത്ത് അന്ന് ഇത്രയും ഭാഗം നമുക്ക് മുഖത്ത് കാണാൻ പറ്റുന്നുള്ളെങ്കിൽ പോലും അതിലൂടെ കണ്ണിൽ കൂടെ തന്നെ നമുക്കത് കാണാൻ പറ്റുമായിരുന്നു അന്നത്തെ കാലം. ഗരുഡൻ തൂക്കത്തിന് ഒരുങ്ങുമ്പോൾ മുഖത്തെഴുത്തിനൊക്കെ ഓരോ പ്രത്യേകത കാണൂലേ, അതിനെക്കുറിച്ച് പറഞ്ഞു. അതായത് മുഖത്തെഴുത്തിന് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വെള്ളമനോല എന്ന് പറഞ്ഞാൽ അത് മഞ്ഞാണ്. വെള്ളമനോല എന്ന് പറയുന്നത് വെള്ളമനോല, പച്ച, ചുവപ്പ്, മഷി, ഈ 4 ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ മഷി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിളക്കിൽ കത്തിച്ചതിന് ശേഷം നല്ലെണ്ണ ഒഴിച്ച് കത്തിച്ച് മേളിൽ നമ്മൾ അതിൽ പിടിച്ചെടുക്കുന്നത് കരിയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ പണ്ട് കാലങ്ങളിൽ ചായല് ഉപയോഗിക്കും. ഇപ്പോൾ ചായല് ഇങ്ങനെ കിട്ടാനില്ല, ചായലത്തിന് ഭയങ്കര വിലയാണ്. പണ്ട് മുഖത്തിന് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചായല് ഉപയോഗിക്കുക. അപ്പോൾ അത് ഉപയോഗിക്കാറില്ല. വെള്ളമനോലയാണ് ആദ്യം നമ്മൾ തുടങ്ങുന്നത്. വെള്ളമനോലയിൽ നാമം വരച്ചാണ് മുഖത്തെഴുത്ത് തുടങ്ങാൻ പാടുന്നുണ്ട്. നാമം വരയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെറ്റിയിൽ ഇടുന്ന ഇതാണ് നാമം എന്ന് പറയുന്നത്. നാമം വരച്ചാണ് മുഖത്തെഴുത്ത് തുടങ്ങാൻ പാടുന്നത്. ഉടുത്തുകെട്ടിന് ആദ്യമായിട്ട് ഇത് കെട്ടുന്നത് ചന്തി എന്നാണ് ഇതിനെ പറയുന്നത്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് കെട്ടുന്നത്, ചന്തി. ഈ ചന്തിയിലാണ് നമ്മുടെ ഉടുത്തുകെട്ടിൻ്റെ എല്ലാ ബലവും വരുന്നത്. ചന്തിക്ക് ശേഷം നമ്മൾ ഉടുത്ത് കെട്ടുന്നതാണ് കച്ച. ഇതിന് സാധാരണ 21 മീറ്റർ നീളം എന്നുള്ളതാണ് ഇതിൻ്റെ കണക്ക്. ഇതാണ് കച്ച എന്ന് പറയുന്നത്. കച്ചയിലാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഇതും ചെയ്യുന്നത്. കച്ചയുടെ മുകളിലാണ് മാറ്റ് വരുന്നത്. സാധാരണ പഴയ കാലങ്ങളിൽ അലക്കിയ മുണ്ട് മൈദ മുക്കിയാണ് മാറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ അത് ചാക്കായിട്ടാണ് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുകളിൽ വരുന്നതാണ് ഞൊറി. ഇതാണ് ഞൊറി എന്ന് പറയുന്നത്.
ഞൊറി നമ്മൾ ഞൊറിഞ്ഞ് തന്നെയാണ് ഇടുന്നത്. ഇത് ഞൊറിഞ്ഞിട്ടല്ല ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇത് ഞൊറിഞ്ഞ് ഇതിൻ്റെ മുകളിൽ ഗോൾഡ് പേപ്പർ ഒട്ടിച്ച് ആണ് ഇത് നമ്മൾ ചെയ്യുന്നത്. കച്ച കെട്ടി കച്ചയുടെ മുകളിൽ മാറ്റിട്ട് മാറ്റിന് മുകളിൽ ഞൊറി ഇട്ട് കഴിഞ്ഞാൽ ഞൊറിയുടെ സൈഡിലായിട്ടാണ് പട്ടുവാൽ. ഇതാണ് പട്ടുവാൽ. ഇത് 2 എണ്ണം ഉണ്ടാവും. ഇത് ഞൊറിയുടെ 2 സൈഡിലായിട്ടാണ് പട്ടുവാൽ സാധാരണ ഇടുന്നത്. ഇത് ഞൊറിയുടെ അറ്റം കണക്കാക്കിയാണ് നമ്മൾ പട്ടുവാൽ ഇടുന്നത്. ഞൊറിയുടെ അറ്റത്തിൻ്റെ താഴത്തേക്ക് പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. പട്ടുവാലിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഇതാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് 2 പേരുണ്ടതിനുണ്ട്. മുന്തി എന്നും പറയും, ഒറ്റനാക്കെന്നും പറയും. നമ്മുടെ ഇവിടെയൊക്കെ മുന്തി എന്ന് പറയും, പക്ഷേ വടക്കോട്ട് ഭാഗത്തേക്കൊക്കെ ഒറ്റനാക്കെന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഉടുത്തുകെട്ടിൻ്റെ മുൻഭാഗത്തായിട്ടാണ് നമ്മൾ കെട്ടുന്നത്. അതോടുകൂടി അരഭാഗത്തെ ഉടുത്തുകെട്ടിൻ്റെ എല്ലാ ചിട്ടകളും കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ മുകളിലേക്കുള്ള ഉടുത്തുകെട്ടാണ്. ഇതിന് കുപ്പായമാണെന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ കുപ്പായം തന്നെയാണ് ഇത്. കുപ്പായം ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം ഇടുന്നത് അസ്ഥിമാല. ഇതിന് പറയുന്ന പേരാണ് അസ്ഥിമാല എന്ന് പറയുന്നത്. ഇത് മാവിൻ്റെ കമ്പ് അല്ലെങ്കിൽ പാലയുടെ കമ്പ് ചീകി എടുത്തിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് കയറിൽ കെട്ടി 2 എണ്ണം, അതായത് നമ്മുടെ കൈയിൻ്റെ ഒരു മുഴം നീളമാണ് ഇതിൻ്റെ കണക്ക്. ഇത് കഴുത്തിലാണ് നമ്മൾ ഇടുന്നത്. അസ്ഥിമാലയ്ക്ക് നടുക്കായിട്ട് ഒരു ചെത്തിപ്പൂ മാല, അസ്ഥിമാലയ്ക്ക് 2 സൈഡിലായിട്ട്. ഇതിന് പറയുന്ന പേര് ഉത്തരീയം എന്നാണ്. ഈ ഉത്തരീയവും നേരത്തെ ഞൊറിയുടെ കാര്യം പറഞ്ഞ പോലെ ഞൊറിഞ്ഞ് തന്നെയാണ് നമ്മൾ ഇടുന്നത്. ഇത് 2 വെള്ള ഉത്തരീയവും ഒരു പട്ടുത്തരീയവുമാണ് നമ്മൾ ഇടുന്നത്. അസ്ഥിമാലയ്ക്ക് 2 സൈഡിലായിട്ട് 2 വെള്ള ഉത്തരീയവും നടുക്കായി ഇതാണ് പട്ടുത്തിരിയും. പട്ടുത്തിരിയും ഇതുപോലെ തന്നെ ഞൊറിഞ്ഞ് വേണം നമ്മൾ ഇടാനായിട്ട്. 2 സൈഡ്. ഇത് പട്ടുത്തിരിയും അസ്ഥിമാലയ്ക്ക് നടുക്കാണ് വരേണ്ടത്. ബാക്കി 2 ഉത്തരീയവും വെള്ള ഉത്തരീയം 2 സൈഡിലായിട്ട് വരണം. ഈ 2 ഉത്തരീയം ഇട്ടതിന് ശേഷം നമ്മൾ കച്ചത്തോർത്ത് എന്ന് പറയും. അതായത് നീളം കൂടിയ 2 തോർത്ത് കൊണ്ട് ചേർത്ത് എല്ലാത്തിനെയും കഴുത്തിൽ നമ്മൾ ബന്ധിച്ച് പുറകോട്ട് കിട്ടുകയാണ്. അതായത് നമ്മുടെ ഗരുഡൻ തൂക്കം കളിക്കുമ്പോൾ ഇത് സാധാരണ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കെട്ടുന്നത്. അതിനുശേഷം നമ്മൾ കഴുത്തിന് മേളിലേക്കുള്ള വച്ചുകെട്ടുകളാണ് ചെയ്യുന്നത്. കഴുത്തിന് മേളിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കേശവാരാണ് വയ്ക്കുന്നത്. കേശവാരം വയ്ക്കുന്നതിന് മുമ്പായിട്ട് തലേക്കെട്ടുവാൽ എന്ന് പറയുന്ന 2 വാലുണ്ട്. തലേക്കെട്ടുവാൽ എന്ന് പറഞ്ഞാൽ സാധാരണ പട്ടിൻ്റെ തുണി തലേക്കെട്ടുക എന്നുള്ളതാണ് അതിൻ്റെ അത്. ആദ്യത്തെ തലേക്കെട്ട് വാല് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വയ്ക്കുന്നത് തോട. ഇതാണ് തോട. തോട കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം രണ്ടാമത് വയ്ക്കുന്നത് ഇതാണ് ഗരുഡൻ തൂക്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് നമ്മുടെ ചുണ്ട് എന്ന് പറയുന്നത്. ഗരുഡൻ തൂക്കത്തിൻ്റെ ഗരുഡൻ വയ്ക്കുന്ന ചുണ്ടാണ്. തോട വച്ചതിന് ശേഷം നമ്മൾ ചുണ്ട് പൂജിച്ച് ചുണ്ട് തലയിൽ വയ്ക്കുന്നു. ചുണ്ട് വച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ തലയെക്കെട്ട്. ഇതാണ് രണ്ടാമത്തെ തലയെ ചുറ്റുവാൽ. ഈ രണ്ടാമത്തെ തലയെ ചുറ്റുവാൽ തലയിൽ കെട്ടി കേശവാരം തലയിലേക്കൊക്കെയാണ്. കേശവാരം തലയിലേക്ക് വയ്ക്കുമ്പോൾ നമ്മൾ കേശവാരത്തിൽ തൊട്ട് തൊഴുത് വെള്ളം തൊട്ട് തൊഴുത് തലയിൽ വച്ച് തൊഴുത് വേണം നമ്മൾ കേശവാരം വയ്ക്കാനാണ്. കേശവാരം വയ്ക്കുകയെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് കിരീടം എന്നും പറയണത്. കിരീടം തന്നെ ഇതിപ്പോൾ വടക്കൻ കിരീടമാണ്. നമ്മുടെ ഇവിടെ സാധാരണ ഉപയോഗിക്കുന്നത് തെക്കൻ കിരീടമാണ്. ഇത് വടക്കൻ കിരീടം. ഇത് നാരായണമുള്ള കിരീടമാണ്. ഇപ്പോൾ തെക്കൻ കിരീടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെയൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന കിരീടം. ഇതിന് പന്നിമൂക്കെന്ന് പറയും. ഇതിന് പന്നിമൂക്കെന്ന് പറയും. ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഗരുഡൻ തൂക്കത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന കിരീടം ഈ കിരീടമായിരിക്കും. ഇതിന് കുറച്ചുകൂടെ വട്ടം കുറവുണ്ടായിരിക്കും, പക്ഷേ ഇതിന് കുറച്ചുകൂടെ വട്ടം കൂടുതലായിരിക്കും. കുറച്ചുകൂടെയും കൊത്തുപണികളും കൂടുതലുള്ള കിരീടമാണ് ഇത്. കിരീടം വച്ചതിന് ശേഷം നമ്മൾ നാട, ഇതിന് പറയുന്ന പേര് നാട എന്നാണ്. നാട നമ്മൾ നമ്മുടെ നാമം എഴുതിയതിൻ്റെ നേരെ ഇത് വരുന്നത് കണക്കാക്കി നമ്മൾ കെട്ടണം. കിരീടത്തിൻ്റെ ബലം എല്ലാം വരുന്നത് കിരീടത്തിന് ശേഷമുള്ള 2 കെട്ടിലാണ്. അതിലൊന്നാണിത്. നാട എന്നാണ് ഇതിന് പറയുന്നത്. ഇത് പുറകിലേക്ക് വെച്ച് കെട്ടുമ്പോഴാണ് കിരീടം ശരിക്കും തലയിൽ ഉറച്ചു നിൽക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ കെട്ടുന്നതാണ് ചെവിപ്പൂ നാടയാണ്. ഈ ചെവിപ്പൂ നാട എന്ന് പറഞ്ഞാൽ ഇതാണ് ചെവിപ്പൂ. ഈ 2 ഇത് കാണുന്നതാണ് ചെവിപ്പൂ. ഇത് ചെവിയുടെ സൈഡിലേക്ക് വരുന്നത് കണക്കാക്കി നമ്മൾ ചുറ്റിത്തുള്ള മേളിലാണ് ഈ ചെവിപ്പൂ നാട കെട്ടുന്നത്. ഈ 2 ഇതും കെട്ടുന്നത് കിരീടത്തിൻ്റെ ബലത്തിന് വേണ്ടിയിട്ടാണ്. കിരീടം തലയിൽ നിന്ന് ഊർന്നു പോകാതിരിക്കുന്നത് ഈ 2 നാട കെട്ടുന്നതിൻ്റെ ബലത്തിൽ മാത്രമാണ് കിരീടം ഇരിക്കുന്നത്. ഇതിന് പറയുന്ന പേരാണ് ചാമരം. ഇത് പുറകിലേക്കാക്കി കിരീടത്തിൻ്റെ മുന്നിലൂടെ ചരടെടുത്ത് ആണിത് കെട്ടുന്നത്. ഈ ചാമരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ചാക്കിൻ്റെ ഇതാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പരമ്പരാഗതമായ രീതിയിൽ ആകാശവെണ്ടയുടെ നാരാണ്
ചാമരത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ആകാശവണ്ട എന്ന് പറയുന്ന ഒരു ചെടിയുടെ നാര് നമ്മളെടുത്ത് അതിൽ ചായം മുക്കിയാണ് ചാമരത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ചാമരം വച്ചതിന് ശേഷം നമ്മൾ ചിറക് മുകളിലൂടെ ഇട്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. ചിറക് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വേഷവിധാനം എല്ലാം പൂർത്തിയാവുകയാണ്. പിന്നെ ഗരുഡൻ കളിക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കലാ-സാംസ്കാരിക പൈതൃകമാണ് കേരളത്തിന്. നാടൻ കലകൾ, അനുഷ്ഠാന കലകൾ, ക്ഷേത്രകലകൾ മുതൽ ആധുനിക കലകൾ വരെ കേരളീയ സാംസ്കാരിക ജീവിതത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ മണ്ണിൽ ജനിക്കാൻ കഴിഞ്ഞു, ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും സൗഭാഗ്യം. എന്നാൽ ഈ കലാ സാംസ്കാരിക പൈതൃകം നമ്മുടെ തലമുറകളിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള കലകൾക്ക് ഒരു ഉദാഹരണമാണ് പ്രാദേശിക കലയായ ഗരുഡൻ പറവ അഥവാ ഗരുഡൻ തൂക്കം. കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രാദേശിക കലകളെ ഇഴചേർന്നു കൊണ്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് ഒത്തൊരുമിക്കാം. സമൂഹമാർജിച്ച ഭൗതികവും ബുദ്ധിപരവും ആശയപരവുമായ നേട്ടങ്ങളുടെ ആകെത്തുകയാണ് സംസ്കാരം. പഴങ്കഥകളും ആട്ടവും പാട്ടുമായി ചേർന്ന് മലനാടും ഇടനാടും തീരപ്രദേശവും താണ്ടി കലാകേരള സംസ്കാരം ഒഴുകുകയാണ് ഒരു പുഴ പോലെ.